കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.ടി. അജയ് മോഹൻ കുന്നംകുളത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായേക്കും. ഇതോടെ കുന്നംകുളത്തെ ചിത്രം തെളിയുകയാണ്. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും എം.എൽ.എയുമായിരുന്ന പി.ടി. മോഹനകൃഷ്ണന്റെയും മഹിളാ കോൺഗ്രസ് നേതാവ് നളിനി മോഹനകൃഷ്ണന്റെയും മകനാണ്. മാറഞ്ചേരി എരമംഗലത്താണ് താമസം. കുന്നംകുളത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിരവധി പേരുകൾ ഇതിനകം ഉയർന്നിരുന്നു. സംസ്ഥാനത്തും ദില്ലിയിലും നടന്ന ദീർഘചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പി.ടി. അജയ് മോഹന്റെ പേര് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ച് തീർപ്പാക്കിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അജയ് മോഹൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. കെ.എസ്.യുയിലൂടെ പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം നിലവിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയാണ്. കെ.എസ്.യു യൂണിറ്റ് ട്രഷറർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ, തലപ്പിള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ്, കെ.എസ്.യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പിന്നീട് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ശേഷം മലപ്പുറം ഡി.സി.സി സെക്രട്ടറിയായി നിയമിതനായി. കെ.പി.സി.സി അംഗമായും തുടർന്ന് കെ.പി.സി.സി സെക്രട്ടറിയായും 20 വർഷത്തിലേറെ ഉത്തരവാദിത്തം വഹിച്ചു. മലപ്പുറം ജില്ലയിലെ യു.ഡി.എഫ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരപ്പനങ്ങാടി ഡിവിഷനെയും പള്ളിക്കൽ ഡിവിഷനെയും പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011-ലും 2016-ലും അജയ് മോഹൻ മത്സരിച്ചിരുന്നു.